ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമായ നാടിന്റെ ആത്മീയമായ നേതൃത്വം പ്രിയപ്പെട്ട ഫാദേഴ്സ്, അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് വന്നുകൂടിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗത്തിന്റെ ഒരു ആത്മീയമായ നേതൃത്വത്തിന്റെ ആത്മീയമായ വിജയത്തിന് വേണ്ടിയിട്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു കുരിശുപള്ളിയുടെ കപ്പേളയുടെ ഉദ്ഘാടന സംബന്ധമായ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആത്മീയമായ നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ നൊമ്പരവും അവന്റെ വിഷമങ്ങളും വേദനകളും പ്രതീക്ഷകളും നൽകുന്ന ആത്മീയമായ കേന്ദ്രങ്ങൾ ഇതുപോലെ വളർന്നു വലുതായി വരട്ടെ എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കുവാനും ആശംസിക്കാനുമുള്ളത്. ആരാധനയാണ് എന്നുള്ളത് ക്രിസ്ത്യൻ പള്ളിയാവട്ടെ, അതുപോലെ തന്നെ മുസ്ലിം പള്ളികളാകട്ടെ, ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളാകട്ടെ, അതെല്ലാം ആരാധനക്കപ്പുറം എല്ലാ ദൈവത്തെയും എല്ലാവരും വിളിക്കുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും തന്റെ ഹൃദയത്തിന്റെ വേദനകളും തന്റെ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടി ഇത് കരങ്ങൾ കൂപ്പിവെച്ചുകൊണ്ട് യേശുവിടെ മുമ്പിലായാലും അതുപോലെ തന്നെ കൃഷ്ണന്റെ മുമ്പിലായാലും അള്ളാഹുവിന്റെ മുമ്പിലായാലും എല്ലാ വിശ്വാസികളും ആരാധന മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവും കരുണയും വാത്സല്യത്തിനപ്പുറം, അല്ലെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന പ്രതീക്ഷയും ദൈവത്തോട് കാണിക്കുന്ന അമിതമായ ആഗ്രഹത്തിന്റെ മോഹത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം നമ്മളെല്ലാവരും മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ വേണ്ടി മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ഒരു ദേവാലയത്തിന്റെ ക്രിസ്ത്യൻ കുരിശുപള്ളിയുടെ പരിപാടിയുടെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ഒരു മുസ്ലിമായ അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം സാട്ടാങ്ക് വിളിച്ച് ചെയ്തുകൊണ്ട് പഞ്ചപുച്ഛ മടക്കി വെച്ചുകൊണ്ട് വിനീത വിധേയനെ പോലെ ഹൃദയത്തോട് ഖുർആൻ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മുസ്ലിമായ ഒരു പണ്ഡിതനായ മനുഷ്യൻ ഞാൻ ഇന്നിവിടെ വന്ന് നിൽപ്പുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരും അതുപോലെ തന്നെ ആ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനായ ഞാനും വിശുദ്ധമാക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അകത്തട്ടിൽ പോയി നിന്നുകൊണ്ട് ദൈവത്തിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഹൈന്ദവ ദേവാലയത്തിന്റെ പൗരപ്രമുഖരും ഈ കാലഘട്ടത്തിൽ ഒരുമിച്ചിരുന്നാൽ അതെല്ലാം ഇന്ന് അത്ഭുതമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ രീതികൾ, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ശൂന്യമായ അവസ്ഥകൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന് ഞാൻ വിളിക്കാൻ തന്നെ കാരണം നമ്മളൊക്കെ സഹോദരങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങൾ എന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ ഈ രാജ്യം 9.5 മാസക്കാലം ഗർഭം ചുമന്നുകൊണ്ട് വളർത്തി വലുതാക്കിയെടുത്ത ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഈ നാട്ടിലുള്ള സകലമാന ഹൈന്ദവരായ സഹോദരങ്ങൾ. അത് സംശയമില്ല. ഈ രാജ്യത്തുള്ള സകലമാന ഹൈന്ദവരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണ്. അങ്ങ് മക്കയിൽ നിന്നുകൊണ്ടുവന്ന മുസൽമാനെയും വത്തിക്കാനിൽ നിന്നുകൊണ്ടുവന്ന ക്രൈസ്തവരെയും തന്റെ പ്രിയപ്പെട്ട താൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് പാലൂട്ടി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരായ മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വളർത്തുമ്പോൾ അങ്ങ് മക്കയിൽ നിന്നുകൊണ്ടുവന്ന മുസൽമാനെയും വത്തിക്കാനിൽ നിന്നുകൊണ്ടുവന്ന ക്രൈസ്തവരെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയെത്തിയ രാജ്യമാണ് നമ്മുടെ മാതാവ്. അതുകൊണ്ട് നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ഒരേ ഉദരത്തിൽ ജനിച്ചുകൊണ്ട് വളർന്നുകൊണ്ട് സഹവസിച്ചു വന്ന സഹോദരങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഐക്യം നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. മുസൽമാനായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ലോക പ്രശസ്തനായ ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ ഉദിച്ചു വന്ന ആശയങ്ങളെ ആദർശങ്ങളെ കേൾക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ തുളച്ചു കേൾക്കുന്ന വരികൾ കൊണ്ട് നിബിഡമാക്കിയ അല്ലാമ ഇക്ബാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാമ ഇക്ബാലിന് ഒരു വാക്യമുണ്ട്, സൂറത്ത് മേ ഇൻസാൻ ഹേ സീറത്ത് മേ ഹയവാൻ ഹേ ലേക്കിൻ തും നഹീ ഹേ. മനുഷ്യനെ പറ്റി പറയുന്ന സൂറത്ത് മേ ഇൻസാൻ ഹേ സീറത്ത് മേ ഹയവാൻ ഹേ, കണ്ടാൽ മനുഷ്യന്റെ കോലം. സീറത്ത് മേ ഇൻസാൻ ഹേ സൂറത്ത് മേ ഇൻസാൻ ഹേ, കണ്ടാൽ മനുഷ്യന്റെ കോലം. പ്രവർത്തികളാണെങ്കിലോ 4 കാല് മൃഗത്തെക്കാളും അധപ്പതിക്കുന്ന പ്രവൃത്തി. ഇവനും 4 കാല് മൃഗവും തമ്മിലുള്ള വ്യത്യാസം. ലേക്കിൻ തും നഹീ ഹേ, ഇവനിക്ക് വാലില്ല. 4 കാലിൽ നാവ് നീട്ടി നടക്കുന്ന നായക്ക് വാലുണ്ട് എന്നത് മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സഹോദരങ്ങളെ പോലെ ജീവിക്കാം. സ്നേഹത്തോടുകൂടി മുസ്ലിം പള്ളികൾ വളർന്നു വരട്ടെ.
ചർച്ചുകൾ വളർന്നു വരട്ടെ. അതുപോലെ തന്നെ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്നുകൊണ്ട് സുബഹി എന്ന് പറയുന്ന പ്രഭാത സമയത്തിൽ വിളിക്കുന്ന ബാങ്കിന്റെ മാധുര്യമേറിയ ധ്വനികൾ പള്ളിയിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്യകം ഉത്തിഷ്ഠോ ഉത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു സുപ്രഭാതത്തിന്റെ വക്കൻ. ആ സമയത്ത് പള്ളിയിൽ നിന്നുകൊണ്ട് സുബഹിയുടെ വാങ്ങി വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സുപ്രഭാതത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിന് സ്നേഹത്തിന്റെയും കരുണയുടെയും വാത്സല്യത്തിന്റെ മാധുര്യമേറിയ ധ്വനികളുടെ സുപ്രഭാതം കേൾക്കുമ്പോൾ ആ സമയത്ത് രേരോത്ത പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ അടുക്കലുള്ള ചർച്ചിൽ നിന്നുകൊണ്ട് മണിയുടെ മണിനാദത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ശബ്ദം മുഴങ്ങുമ്പോൾ നമുക്കെന്തിനാ സ്വാരസ്യങ്ങൾ, നമുക്കെന്തിന് വൈക്ലഭ്യങ്ങൾ? നമുക്ക് മറ്റുള്ള മതസ്ഥരുടെ പ്രാർത്ഥനാലയങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ വരാൻ പാടില്ല, അതിൽ നമുക്ക് അനിഷ്ടങ്ങൾ വരാൻ പാടില്ല, അതിൽ നമുക്ക് കുശുമ്പും അസൂയയും വർഗീയതയുടെ ചിന്തകൾ പോലും വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി കഴിയാം. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യത്തിൽ ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്കറിയുമോ എനിക്കറിയാം, ലോക പ്രശസ്തനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു വാക്കുണ്ട്, നാഗസാക്കിയിൽ തന്റെ പ്രിയപ്പെട്ട നിരാരംഭരായ നിദ്രാവിഹീനരായ നിർദ്ധനരായ പാവങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി നൂറുകണക്കിനോളം നിരാരംഭരായ പാവങ്ങൾ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും മക്കളുടെയും കുടുംബക്കാരുടെയും കുടുംബ ബന്ധുമിത്രാദികളെയും ചേതനയറ്റ ശരീരങ്ങൾ ചേതനയറ്റ ശരീരങ്ങൾ പറവാദികൾ വന്ന് കൊത്തിവലിച്ചു കൊണ്ടുപോകുന്ന ദയനീയമായ കാഴ്ചകൾ കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരം, തന്റെ പ്രിയപ്പെട്ട തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയെടുത്ത് അഹോരാത്രം അശ്രാന്തമായി കട്ടപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ചേതനയറ്റ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ലോക പ്രശസ്തനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അടുക്കലേക്ക് ജനങ്ങൾ ചെന്നുവന്ന് തന്റെ മാതാവിന്റെ ശരീരം കണ്ടിട്ട്, തന്റെ പിതാവിന്റെ ശരീരം കണ്ടിട്ട്